നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച പല പ്രയോഗങ്ങളും CPM-നെ മൊത്തത്തിൽ തിരിച്ചടിയായിട്ടുള്ള ചരിത്രമുണ്ട്. പണ്ട് NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതോടെ കൊല്ലം ലോക്സഭാ സീറ്റ് എന്നേക്കുമായി CPM-ന് കൈവിട്ടു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ CPM-ന് പിന്നീട് സാധിച്ചിട്ടില്ല. ഇങ്ങനെ പിണറായി വിജയന്റെ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് പാർട്ടിക്ക് കാര്യമായി തന്നെ പരിക്ക് പറ്റിയ സംഭവങ്ങളുമുണ്ട്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കത്തിക്കയറുന്നതിനിടെ ആവേശപൂർവ്വം ആർപ്പു വിളിച്ച സഖാക്കൾ. പക്ഷേ അവരുടെ ആ ആർപ്പുവിളി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ബുദ്ധിമുട്ടായി. ശബ്ദം നിയന്ത്രണാതീതമായതോടെ കൂടുതൽ ഒച്ച വെച്ചാൽ പ്രസംഗം നിർത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ശാസന. വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചു. ഭൂമി തരം മാറ്റുന്നതിന് പ്രത്യേക ഫീസ് ഈടാക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി. ലോകം അത്ഭുതത്തോടെ അത് കേട്ടു. ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഉന്നയിച്ചപ്പോഴാണ് സദസ്സിൽ നിറഞ്ഞുകൂടിയ കാണികൾ കൈയടിച്ച് ആർപ്പു വിളിച്ചത്. അതായത് രണ്ടാം പിണറായി സർക്കാരിലെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എണ്ണി പറയുന്നത് അണികളിൽ ആവേശമുണ്ടാക്കി. അവർ കൈയടിച്ചു, ആർപ്പു വിളിച്ചു. പക്ഷേ അതൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് അലോസരമായി. ഇത് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം നിർത്തുമെന്ന് എല്ലാവരോടും പറഞ്ഞത്. ഇതോടുകൂടി തന്നെ എല്ലാവരും നിശബ്ദരായി. പിണറായിക്ക് കയ്യടി ഇഷ്ടമായില്ലെന്ന് മനസ്സിലാക്കിയാണ് സദസ്സ് ഇക്കാര്യം നിശബ്ദമായത്. സ്വന്തം സർക്കാർ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ സ്വന്തം അണികളോട് അധികം സന്തോഷ പ്രകടനങ്ങളൊന്നും വലിയ നടത്തണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി മുൻ MLA-യുമായ ES ബിജിമോൾ ആ വേദിയിലുണ്ടായിരുന്നു. പ്രസിഡന്റ് R തിലകൻ, നേതാക്കളായ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, PS രാജൻ തുടങ്ങിയിട്ടുള്ള ജില്ലയിലെ നേതാക്കളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. വണ്ടിപ്പെരിയാറിൽ നിന്നും സ്ഥാനാർത്ഥി K സലീംകുമാറിനെ കക്കികവല മുതൽ പൊതുസമ്മേളനം നടക്കുന്ന വേദി വരെ തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച് ആനയിച്ചു. അങ്ങനെ ജില്ലയിൽ പ്രചാരണങ്ങൾ കൊഴുകൊഴുക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അവിടെ എത്തുകയും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സദസ്സിനെ ഇളക്കി മറിച്ചപ്പോൾ ആ ഒരു സന്തോഷ പ്രകടനം അത് ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം ഇല്ലാതാക്കിയിരിക്കുന്നത്. അധികം തൻ്റെ പ്രസംഗം ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ പ്രസംഗം താൻ ഇവിടെ നിർത്തുമെന്നാണ് അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടു കൂടി തന്നെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പരുക്കൻ ശൈലിയുടെയും ധാർഷ്ട്യമെന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന പെരുമാറ്റത്തിൻ്റെയും ഉദാഹരണങ്ങളായി ഇവ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് വെളുക്കെ ചിരിച്ചുകൊണ്ട് പിണറായി രംഗത്ത് വരാറുമുണ്ട്. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പഴങ്കഥ എന്ന് വരുത്താൻ കേറിവാടാ മക്കളെ പ്രയോഗവുമായി ഒരു PR അഭിമുഖം നടത്തിയതിന് പിന്നാലെയാണ് അതേ വേദിയിൽ മറ്റൊരു ചോദ്യം ഉന്നയിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പിണറായി 2 ദിവസം മുമ്പ് പറഞ്ഞത്. അതും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗത്തിനിടെയാണ് ചോദ്യം ചോദിച്ചയാളോട് ക്ഷുഭിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോന്നി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പ്രസംഗത്തിനിടെ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതിനിടെയാണ് സദസ്സിൽ നിന്നും ഒരാൾ CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞ് എണീറ്റത്. അത് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതേസമയം സംഭവം വിവാദമായപ്പോഴും മുഖ്യമന്ത്രി സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ചോദ്യം ചോദിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഓരോ കാര്യത്തിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായും അതിനനുസരിച്ചാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പൊതുയോഗത്തിലല്ലെന്നും പത്രസമ്മേളനത്തിലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുയോഗം എന്ന് പറഞ്ഞാൽ പത്രസമ്മേളനമല്ലല്ലോ. പത്രസമ്മേളനത്തിലാണ് ചോദ്യം
ചോദിക്കേണ്ടത്. നിങ്ങളെല്ലാവരും നാളെ എൻ്റെ പൊതുയോഗത്തിൽ വന്ന് ചോദ്യം ചോദിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടിയും അത് തന്നെയാകും. അത് സ്വാഭാവികമല്ലേ? പൊതുയോഗത്തിൻ്റെതായ മര്യാദയില്ലേ? പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് കേൾക്കാതെ പോകാം, ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി? അത് കലക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷെ ആ വേദിയിലും അയാൾ അത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മൈൻഡ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം മറുപടി പറയാം എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത് അദ്ദേഹം എന്തർത്ഥത്തിലാണ് ചോദിച്ചത് എന്നാണ് മനസ്സിലാകാത്തത്. ഏതായാലും ആ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ വിവാദമായിട്ടുണ്ടായിരുന്നു. ചോദ്യം ചോദിച്ചയാൾ പിന്നീട് അത് തെറ്റായി പോയി, താനാണ് അത്തരത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴാണ് വേദിയിൽ ഇത്തരത്തിൽ തൻ്റെ പ്രസംഗത്തിനിടെ തൻ്റെ നേട്ടങ്ങൾ തന്നെ എണ്ണി പറയുന്നതിനിടെ സദസ്സിൽ സഖാക്കൾ സന്തോഷപ്രകടനം നടത്തിയപ്പോൾ പ്രസംഗം ഇവിടെ നിർത്തുമെന്നുള്ള മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ ഉടലെടുക്കുന്നത്. മുൻപ് അദ്ദേഹത്തിൻ്റെ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിൽ വിവാദങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ BJP RSS നേതാക്കളുമായുള്ള സമാധാന ചർച്ചയ്ക്ക് എത്തിയപ്പോൾ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായി പറഞ്ഞതാണ് കടക്ക് പുറത്ത് എന്ന വാക്കുകൾ. ഇത് അദ്ദേഹത്തിൻ്റെ മാധ്യമവിരുദ്ധ നിലപാടായി ഇന്നും വിമർശിക്കപ്പെടുന്നു. കൊച്ചിയിൽ ഒരു പൊതുപരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയപ്പോൾ രൂക്ഷമായ ഭാഷയിൽ ആട്ടിയകറ്റിയ സംഭവം. മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞായിരുന്നു അന്ന് പിണറായി രംഗത്ത് വന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചെറ്റപ്രയോഗവും വാർത്തകളിൽ നിറയുന്നു. മലബാറിൻ്റെ വാമൊഴി വഴക്കമാണെന്നാണ് പിണറായി ആരാധകർ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് പറയാറ്. മലയാള ഭാഷാ പ്രയോഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ മെറ്റീരിയലുകൾ സംഭാവന ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവും ഒരുപക്ഷെ അദ്ദേഹം തന്നെയാവും. RMP നേതാവ് TP ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ചായിരുന്നു പിണറായി വിജയന്റെ ഒരു കുലംകുത്തി പ്രയോഗം. കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെ എന്ന പരാമർശം കടന്നു വന്നതും CPMന്റെ അണികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം TPയുടെ ഭാര്യ KK രമയെ കാണാൻ VS അച്യുതാനന്ദൻ പോയതും അതുമായി ബന്ധപ്പെട്ട കോളിളക്കങ്ങളുമെല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗം. എന്നാൽ ലോക രാഷ്ട്രീയത്തിൽ നിന്നാണ് പിണറായി ഈ പ്രയോഗം അന്ന് കടമെടുത്തത്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പ്രയോഗമായിരുന്നു അത്. വർഗവഞ്ചകൻ എന്നർത്ഥം യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരനെ മാത്രമല്ല, അന്ന് പാർട്ടിയിൽ തന്നെ മറുപക്ഷത്തായിരുന്ന മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനെ കൂടി ഉദ്ദേശിച്ചാണ് പിണറായി ഈ കുലംകുത്തി പ്രയോഗം നടത്തിയതെന്ന വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാചകങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ട് പൊതുജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും സ്വന്തം അണികളോടും കാണിച്ചിട്ടുള്ള പല ധാർഷ്ട്യങ്ങളും ഇതെല്ലാം തന്നെ വാർത്തകളാകാറുണ്ട്, വിവാദങ്ങളാകാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇത്തരത്തിൽ സദസ്സിൽ നിന്ന് ആഹ്ലാദ പ്രകടനം നടത്തിയ പ്രവർത്തകരോട് അദ്ദേഹത്തിൻ്റെ പരസ്യ ശാസന വന്നിരിക്കുന്നത്.